വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക. ന്യൂ ടൈംസിലേക്ക് സ്വാഗതം. റേഷൻ വ്യാപാര രംഗത്ത് വ്യാപാരികൾ നേരിടുന്ന പ്രയാസങ്ങളിൽ വളരെ അടിയന്തര പ്രാധാന്യമുള്ള വേതന പാക്കേജ് വർധനവ് ക്ഷേമനിധി വ്യാപാരികൾക്ക് ഗുണകരമായ രീതിയിൽ പരിഷ്കരിക്കുക. വ്യാപാരികൾക്ക് ഏറെ പ്രയാസങ്ങളുണ്ടാക്കുന്ന KTPDS ഓർഡർലെ നിയമങ്ങൾ വ്യാപാരികളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പുനർനിർമ്മിക്കുക. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റ് കമ്മീഷൻ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വ്യാപാരികൾക്ക് നൽകുക. 2018 മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ നിന്നും വേതന പാക്കേജ് എന്ന പുതിയ ഒരു സംവിധാനത്തിലേക്ക് റേഷൻ വ്യാപാരികളുടെ വേതന വ്യവസ്ഥകൾ മാറ്റപ്പെട്ടു. പുതിയ ഒരു സംവിധാനം എന്ന നിലയിൽ ഇത് അംഗീകരിക്കുവാനും 6 മാസത്തിനുള്ളിൽ അപാകതകൾ പരിഹരിച്ച് പുതിയ ഒരു പാക്കേജിന് രൂപം നൽകാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേൽ അംഗീകരിച്ചതായിരുന്നു അന്നത്തെ പാക്കേജ്. 6 മാസം എന്നുള്ളത് 6 വർഷം പിന്നിട്ടിട്ടും യാതൊരുവിധ മാറ്റവും വരുത്താതെ ഈ ഒരു പാക്കേജ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിത്യച്ചിലവിന് പോലും തികയാത്ത ഈ പാക്കേജുമായി മുന്നോട്ടു പോകുവാൻ സാധ്യമല്ല എന്ന് ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും ക്ഷേമനിധിയിൽ സർക്കാർ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് വ്യാപാരികൾ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. 2021 നിയമനിർമ്മാണം നടത്തിയ KTPDS ഓർഡർ വ്യാപാരികൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. കോവിഡ് കാലത്ത് വ്യാപാരികൾ നൽകിയ കിറ്റിന്റെ കമ്മീഷൻ സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നാളിതുവരെയും സർക്കാർ നൽകിയിട്ടില്ല തുടങ്ങിയ ആവശ്യങ്ങൾ വ്യാപാരികൾക്ക് അംഗീകരിച്ചു കിട്ടേണ്ടതുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ സമരരംഗത്ത് ഇറങ്ങുന്നത്. ജൂലൈ മാസം 8, 9 തീയതികളിൽ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ നടക്കുന്ന 48 മണിക്കൂർ രാപ്പകൽ സമരവും വിജയിപ്പിക്കുന്നതിനു വേണ്ടി താലൂക്കിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് സമരരംഗത്ത് ഇറങ്ങുവാൻ തിരൂരങ്ങാടി താലൂക്ക് റേഷൻ വ്യാപാരി കോർഡിനേഷൻ സമിതി തീരുമാനിച്ചു. തിരൂരങ്ങാടി താലൂക്ക് സംയുക്ത കോർഡിനേഷൻ ചെയർമാൻ നാസർ വേങ്ങര, കൺവീനർ ജയകൃഷ്ണൻ കിഴക്കേടത്ത്, VP ഖാദർ ഹാജി, ഷാഹുൽ സെയ്തലവി ഊരകം എന്നിവർ പങ്കെടുത്തു.